UK വന്ന നാട് മുതൽ ആഗ്രഹിക്കുന്നതാണ് ദേ ഇവിടെ ബിഗ് ബെന്നിൽ വന്നൊന്ന് സമയം നോക്കണമെന്ന്. പക്ഷെ എൻ്റെ സമയം ശരിയല്ലാതിരുന്നോണ്ട് ഇതുവരെ അതിന് സാധിച്ചില്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്തായാലും ഇവിടേക്കൊന്ന് പോകാമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാണ്. ലണ്ടനിൽ വന്നിട്ട് അവിടെ നിന്ന് എൻ്റെ അനീത്തിയും കൂട്ടി ട്യൂബിന് പോകാനാണ് പ്ലാൻ. ഈ ട്യൂബ് എന്ന് പറയുന്നത് ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് മെട്രോ സർവീസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കെൻറ്റൺ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. ലണ്ടൻ ട്യൂബിൽ എവിടെ പോകണമെങ്കിലും 2 പൗണ്ടാണ് കൊടുക്കേണ്ടത്. അത് കാർഡ് വഴിയോ ഫോൺ വാലറ്റ് വഴിയോ ഒക്കെ പേ ചെയ്യാവുന്നതാണ്. നമുക്ക് പോകേണ്ടത് ബേക്കർലൂ ലൈൻ ട്യൂബിലാണ്. നമുക്ക് ഇറങ്ങേണ്ടത് എംബാങ്ക്മെന്റിലാണ്. എംബാങ്ക്മെന്റ് സ്റ്റേഷനിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് നടക്കാനുണ്ട് ബിഗ് ബെന്നിലേക്ക്. പക്ഷെ അതിനു മുമ്പുള്ള ബേക്കർ സ്ട്രീറ്റ് ജംഗ്ഷൻ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബെന്നിലേക്ക് അടുത്തുള്ള വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റേഷനിലേക്ക് കണക്ഷൻ ട്യൂബ് കിട്ടും. പക്ഷേ സിറ്റി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് എംബാങ്ക്മെന്റ് സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് കരുതിയത്. അങ്ങനെ ട്യൂബ് വന്നു. ഒരു ടണല് പോലുള്ള ഷേപ്പിലുള്ളതുകൊണ്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് മെട്രോവിനെ ട്യൂബ് എന്ന് വിളിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി ആയതുകൊണ്ടായിരിക്കും ട്യൂബിൽ തിരക്ക് വളരെ കുറവാണ്. എംബാങ്ക്മെന്റ് സ്റ്റേഷനിലെത്തി. നല്ല ലെങ്തി ആയിട്ടുള്ള എസ്കലേറ്ററുകളാണ് ഇവിടുത്തെ മിക്ക സ്റ്റേഷനുകളിലുള്ളത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ബിഗ് ബെൻ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് മിനിസ്റ്റർ സിറ്റിയുടെ ഭാഗമാണിത്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള 1-ാം നൂറ്റാണ്ടില് റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ടതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നും UK തലസ്ഥാനവുമായ ലണ്ടൻ. ഇങ്ങനെ വിശേഷണങ്ങൾ കുറെ ഉണ്ടെങ്കിലും ധാരാളം മോഷ്ടാക്കളുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ലണ്ടൻ. ലണ്ടനിലൊരു വ്ളോഗ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ തദ്ദേശീയരായ സുഹൃത്തുക്കൾ മുന്നറിയിപ്പ് തന്ന ഒരു കാര്യമാണ് ഫോൺ നല്ലോണം ശ്രദ്ധിച്ചോളണമെന്ന്. അല്ലെങ്കിൽ എപ്പോൾ അത് അടിച്ചു മാറ്റി എന്ന് നോക്കിയാൽ മതി. ഈ കാണുന്നതാണ് പ്രശസ്തമായ തേംസ് നദി. അതിൻ്റെ സൈഡിലായി അങ്ങ് ദൂരെ ബിഗ് ബെൻ ടവർ കാണാം. ഇതാണ് മറ്റൊരു ആകർഷണമായ ലണ്ടനായി. നമുക്കിനി ബിഗ് ബെൻ ക്ലോക്ക് ടവറിലേക്ക് നടക്കാം. അവിടേക്ക് പോകുന്ന വഴിയിലാണ് വൈറ്റ് ഹാൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. 1875 ഈ പാർക്ക് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ വളരെ പ്രശസ്തരായ പല വ്യക്തികളുടെയും സ്കൾപ്ചറുകൾ ഈ ഗാർഡനിലുണ്ട്. ഈ കാണുന്നത് ഇംഗ്ലീഷ് പണ്ഡിതനും ബൈബിൾ പരിഭാഷകനുമായിരുന്ന വില്യം ടിൻഡേലിന്റെ സ്റ്റാച്ചു ആണ്. ബൈബിളിന്റെ ഭൂരിഭാഗവും സാധാരണക്കാർക്ക് വേണ്ടി മൂലഭാഷകളിൽ നിന്ന് നേരിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആദ്യ വ്യക്തിയാണ് ടിൻഡേൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ നടപടി റോമൻ കത്തോലിക്ക സഭയോടും ഈ രാജ്യത്തിന്റെ മേധാവിത്വങ്ങളോടുമുള്ള വെല്ലുവിളിയായി കണക്കാക്കപ്പെട്ടു. അവരുടെ നടപടി ഭയന്ന് ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹത്തെ പിടികൂടി വധിക്കുകയാണ് ഉണ്ടായത്. ലണ്ടനായി കറങ്ങുന്നുണ്ടോ എന്ന് സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാകുള്ളൂ കേട്ടോ. വളരെ പതുക്കെ 30 മിനിറ്റ് എടുത്താണ് ഈ ചക്രം ഒരു കറക്കം പൂർത്തിയാക്കുന്നത്. അത്രയും പതുക്കെയുള്ള കറക്കം ആയതുകൊണ്ട് തന്നെ ഇതിൽ ആളുകൾ കയറാനായിട്ട് നിർത്തി കൊടുക്കേണ്ടി വരാറില്ല. 135 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ 45 കിലോമീറ്റർ ദൂരത്തോളം അതിൽ നിന്ന് കാണാൻ സാധിക്കും അത്രേ.
360 ഡിഗ്രിയിൽ ചുറ്റുപാടും വീക്ഷിക്കാൻ സൗകര്യമുള്ള 32 ക്യാപ്സൂൾ ആകൃതിയിലുള്ള ക്യാബിൻസ് ആണ് ഈ കാണുന്ന ലണ്ടൻ ഐക്കുള്ളത്. ഇതിന് മില്ലേനിയം വീൽ എന്നും പേരുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ബിഗ് ബെൻ ക്ലോക്ക് ടവറിന്റെ അടുത്തെത്തിയിട്ടാ. 316 അടി ഉയരത്തിലുള്ള ഈ ഭീമൻ ഘടികാരം ഇംഗ്ലണ്ടിന്റെ തന്നെ സാംസ്കാരിക അടയാളമായി കരുതപ്പെടുന്ന ഒന്നാണ്. പ്രശസ്തമായ തെംസ് നദിയുടെ തീരത്ത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ബിഗ് ബെൻ സ്ഥിതി ചെയ്യുന്നത്. 1843, 1858 കാലഘട്ടത്തിലാണ് ഈ ടവർ നിർമ്മിച്ചത്. സെന്റ് പീറ്റേഴ്സ് ടവർ എന്നാണ് ഇത് ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്നത്. 2012 എലിസബത്ത് രാജ്ഞി അധികാരത്തിലെത്തിയതിന്റെ 60-ാം വർഷം പ്രമാണിച്ച് ഈ ടവറിന്റെ പേര് എലിസബത്ത് ടവർ എന്നാക്കി മാറ്റിയിരുന്നു. പക്ഷെ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഇത് ബിഗ് ബെൻ ക്ലോക്ക് ടവർ എന്നൊക്കെ തന്നെയാണ് അറിയപ്പെടുന്നത്. 4 ദിക്കിലേക്കും തിരിഞ്ഞ് 4 മുഖങ്ങളാണ് ഈ ക്ലോക്കിനുള്ളത്. ഈ ടവറിന്റെ കളറ് കണ്ട മണലിന്റെ നിറമുള്ള ആൻസ്റ്റൺ എന്ന കല്ലുകൊണ്ടുള്ള ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഈ ഗോപുരം പണിതിട്ടുള്ളത്. അതാണ് ഈ കളർ വന്നേക്കുന്നത്. 3 മണികളാണ് ഈ ക്ലോക്കിലുള്ളത്. അതിൽ തന്നെ 16 ടൺ ഭാരമുള്ളതാണ് ഏറ്റവും വലിയ മണി. 9 അടിയാണ് ഈ ക്ലോക്കിന്റെ വ്യാസം. തെംസ് നദിയുടെ ബ്രിഡ്ജിലെ കോളങ്ങളിൽ കാണുന്ന ഈ സംഭവമാണ് ലവ് ലോക്കുകൾ. ഇതൊരു പോപ്പുലർ ട്രഡീഷനാണ്. അതായത് കപ്പിൾസ് അവരുടെ സ്നേഹം എന്നത് നിലനിൽക്കും എന്നതിൻ്റെ അടയാളമായിട്ട് അവരുടെ പേരോ ഇനിഷ്യൽസോ ഒരു പാഡ് ലോക്കിൽ എഴുതുകയും അതിവിടെ അറ്റാച്ച് ചെയ്ത ശേഷം അത് ലോക്ക് ചെയ്ത് അതിൻ്റെ താക്കോൽ ഈ തെംസ് നദിയിലേക്ക് എറിയുകയും ചെയ്യുന്ന ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു ഇവിടെ. യുനെസ്കോയുടെ ഹെറിറ്റേജ് പട്ടികയിൽ പെട്ടിട്ടുള്ളതാണ് സായിപ്പിന്റെ ഈ ബിഗ് ബെൻ. അങ്ങനെ ലണ്ടൻ നഗരത്തിന്റെ ലാൻഡ്മാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ബിഗ് ബെൻ ടവറും കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് തിരിക്കുകയാണ്. ഓഫ് ടു വണ്ടർലാൻഡിന്റെ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.